ഇന്ന് അവിടെ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ശാന്തി ലഭിച്ചു എന്ന് പറയാം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പാടില്ല എന്നാണ്. ഇന്ത്യൻ ആർമിയും CRPF-ഉം അതുപോലെ ജമ്മു കാശ്മീർ പോലീസും ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ഹാഷിം മൂസ അലിയാസ് സുലൈമാൻ ഷാ, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസവും 6 ദിവസവുമായി പഹൽഗാം അറ്റാക്ക് നടന്നിട്ട്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 22-നായിരുന്നു 26 സിവിലിയൻസിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത്. 26 ആളുകളുടെ ജീവൻ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടു, അതുപോലെ ഫാമിലിക്ക് തീരാ ദുഃഖമുണ്ടായി. അതിനപ്പുറം ഇന്ത്യക്ക് തീരാ കളങ്കവും ദുഃഖവും ഉണ്ടാക്കിയ ഒരു അറ്റാക്കായിരുന്നു പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ഇന്ത്യ തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2 രീതിയിലായിരുന്നു. കാരണം ഇതിന്റെ മാസ്റ്റർ മൈൻഡ്, അതായത് പഹൽഗാം അറ്റാക്കിന്റെ മാസ്റ്റർ മൈൻഡിനെ ഇപ്പോൾ ഇന്ത്യൻ ആർമി കൊന്നുകഴിഞ്ഞു. ശ്രീനഗറിൽ വെച്ച് ഓപ്പറേഷൻ മഹദേവ് എന്നൊരു ഓപ്പറേഷൻ, അതായത് ഇന്ത്യൻ ആർമിയും CRPF-ഉം അതുപോലെ ജമ്മു കാശ്മീർ പോലീസും ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ഹാഷിം മൂസ അലിയാസ് സുലൈമാൻ ഷാ അതുപോലെ മറ്റു 2 തീവ്രവാദികളെയും വധിച്ചിട്ടുള്ളത്. ആരാണ് സുലൈമാൻ ഷാ? സുലൈമാൻ ഷാ എന്ന് പറയുന്നത് ലഷ്കർ-ഇ-തോയ്ബയിലെ ഒരു തീവ്രവാദിയാണ്. ഇയാൾ ഫോമർ കമാൻഡോ ഓഫ് പാകിസ്ഥാൻ ആർമി എലൈറ്റ് യൂണിറ്റ് സ്പെഷ്യൽ